മക്കളെ, ഇന്ന് നമുക്ക് ദില്ലിമേം ഉനീന്തേം എന്ന ഗഗൻ ഗില്ലിൻ്റെ സംസ്മരൺ സമ്മറി നോക്കാം. ഫെബ്രുവരി മാസത്തിലെ തണുത്ത കാറ്റുള്ള ഒരു വൈകുന്നേരം ലേഖിക കുറച്ച് പ്രസിദ്ധീകരണങ്ങളും വാങ്ങിച്ച് ബിർള മന്ദിരത്തിനടുത്തു നിന്നും ഒരു ഓട്ടോയിൽ കയറുന്നു. ഓട്ടോറിക്ഷക്കാരനെ ശ്രദ്ധിച്ചപ്പോൾ ലേഖികയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അയാൾ ഒരു ദരിദ്രനാണെന്ന്. അയാളുടെ കണ്ണുകൾ കുഴിഞ്ഞിട്ടുണ്ടായിരുന്നു, മുഖത്തെ അസ്ഥികളെല്ലാം പൊന്തിയിട്ടുണ്ടായിരുന്നു. അയാൾ വളരെ സാവധാനത്തിലാണ് ഓട്ടോ എടുക്കുന്നത്, കാരണം അയാൾ വളരെ ക്ഷീണിതനാണ്. അയാൾ ഒരു ഗന്ധ ഉദട ആദി ബാഹക സെറ്റർ, അയാൾ എന്താ പറയുക, അഴുകിയ, അതായത് മുഷിഞ്ഞ ഒരു മുറിക്കയ്യൻ സെറ്റർ എടുത്തിട്ട് ധരിക്കുന്നു. അതും സാവധാനമാണ് അയാൾ ധരിക്കുന്നത്. അങ്ങനെ ഓട്ടോ എടുത്ത് അവർ യാത്ര തുടങ്ങുന്നു. യാത്ര തുടങ്ങിയ ഉടനെ തന്നെ അയാൾ ചുമയ്ക്കാൻ തുടങ്ങുന്നു. അയാൾ യാത്രയിലുടനീളം അയാളുടെ ചുമ തുടർന്നുകൊണ്ടേയിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ലേഖിക അയാളോട് ചോദിക്കുന്നു, എന്ന് മുതലാണ് നിങ്ങൾക്ക് ഈ ചുമ തുടങ്ങിയത്? അയാൾ പറയുന്നു, ഏകദേശം 10-12 വർഷം ആയിട്ടുണ്ടായിരിക്കും ഈ ചുമ തുടങ്ങിയിട്ട്. ഏതെങ്കിലും ഡോക്ടറെ എന്തുകൊണ്ട് കാണിച്ചില്ല എന്ന് ലേഖിക ചോദിക്കുന്നു. അതിന് പൈസ വേണമെന്നായിരുന്നു അയാളുടെ മറുപടി. അപ്പോൾ അയാൾ ദരിദ്രനും എന്താ പറയുക, അസുഖം ചികിത്സിക്കാൻ പറ്റാത്ത അത്രയും ദാരിദ്ര്യമുള്ള ഒരാളാണെന്ന് ലേഖിക മനസ്സിലാക്കുന്നു. അങ്ങനെ അവരുടെ സംസാരം അവിടെ വെച്ച് മുറിയുന്നു. വീണ്ടും അവർ യാത്ര തുടരുന്നു. 1979 എന്നാണ് താങ്കൾ ദില്ലിയിലെത്തിയത് എന്ന ചോദ്യത്തിന് അയാൾ മറുപടിയായിട്ട് 1979 ഡൽഹിയിൽ അയാൾ എത്തിയത് എന്ന് പറയുന്നു. നിങ്ങളുടെ വീട്, അയാളുടെ വീട് ഏതാണ് എന്ന ചോദ്യത്തിന് അയാൾ ഉത്തരം നൽകിയത് ഇത് തന്നെയാണ് അയാളുടെ വീടെന്നായിരുന്നു. അതായത് ആ ഓട്ടോറിക്ഷ തന്നെയായിരുന്നു അയാളുടെ വീടും. അയാൾ ഓട്ടോയിൽ തന്നെയാണ് കിടന്നുറങ്ങാറുള്ളത്. അയാളുടെ സാധനങ്ങളെല്ലാം അയാൾ ഓട്ടോയിൽ തന്നെയാണ് വെക്കാറുള്ളത്. സീറ്റിനടിയിലായിട്ട് സാധനങ്ങൾ സൂക്ഷിക്കുകയും സീറ്റിന് മുകളിൽ കിടന്നുറങ്ങുകയുമാണ് അയാൾ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ മറ്റു കാര്യങ്ങൾ, അതായത് ബാത്റൂം, അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, കുളി അതൊക്കെ എങ്ങനെയാണ് എന്ന് ലേഖിക ചോദിക്കുന്നു. നിങ്ങളെവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ ലേഖിക അന്വേഷിച്ചപ്പോൾ അയാളുടെ മറുപടി പബ്ലിക് ശൗചാലയമാണ് ഉപയോഗിക്കുന്നതെന്നും ടാബയിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നതെന്നും അതുപോലെ തന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് പഞ്ച്കുയാം റോഡിലെ അവിടെയുള്ള പൈപ്പിലാണ് കുളിക്കുന്നത് എന്ന് അയാൾ മറുപടി പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ലേഖിയുടെ വീട്ടിലെത്തുന്നു. വീട്ടിലെത്തി ലേഖിക ഇറങ്ങുന്ന സമയത്ത് അയാളോട് സുനിയെ ആപ് ക്യാ ഹം കൽ കിസി സമയം മിൽ സക്തെ ഹെ, നാളെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളെ ഒന്ന് കാണാൻ സാധിക്കുമോ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ലേഖിക അങ്ങനെ അയാളോട് ചോദിക്കുന്നു. എന്തിന് എന്നായിരുന്നു അയാളുടെ ചോദ്യം. അയാൾ വീണ്ടും ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയാണ് ഇനി കാണുന്നത്? ലേഖിക പറയുന്നു, ആപ്കെ ബാരെ മേ സബ് ജാനാ ജാത്താ ഹൂം, ഞാൻ താങ്കളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്താണ് കാര്യം, അതുകൊണ്ട് എന്താണ് ഒരു ഉപയോഗം, അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞതുകൊണ്ട് എന്താണ് ഉപയോഗം എന്ന് അയാൾ ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് ലേഖിക പറയുന്നു, നിങ്ങളെക്കുറിച്ച് സാധാരണ ആളുകൾക്ക് ആം ലോകോങ്കോ ആപ്കെ ബാരേമേ പതാ ചലേക, നിങ്ങളെക്കുറിച്ച് സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു ജീവിതമുണ്ട്, ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിക്കുന്നു എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ലേഖിക പറയുന്നു. അതുകൊണ്ട് താങ്കൾക്ക് എന്താണ് ഉപകാരം, നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം അതുകൊണ്ടുണ്ടാകുമോ എന്ന് അയാൾ ലേഖിയോട് ചോദിച്ചപ്പോൾ ലേഖിക പറയുന്നു, ഞാനൊരു പ്രോഗ്രാം ചെയ്യുകയാണ്, റേഡിയോയ്ക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യുന്നു, അതിനെനിക്കത് ഉപകാരപ്പെടുമെന്ന രീതിയിൽ ലേഖിക സംസാരിക്കുമ്പോൾ, നിങ്ങൾക്ക് എന്നെക്കൊണ്ട് ഉപകാരമുണ്ടാകുന്നുവെങ്കിൽ, എൻ്റെ കഥ കേൾക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജോലി നടക്കുമെങ്കിൽ തീർച്ചയായും ഞാൻ വരാം എന്ന് അയാൾ പറയുകയും അടുത്ത ദിവസം തന്നെ അയാൾ 10 മണിയാകുമ്പോൾ ലേഖിയുടെ വീട്ടിലെത്തുകയും ചെയ്യുന്നു. ലേഖിക നിർദ്ദേശിച്ചിട്ടും അയാൾ സോഫയിൽ ഇരിക്കാൻ കൂട്ടാക്കാതെ തറയിലിരിക്കുന്നു. അത് ലേഖികയുടെ സോഫ ചീത്തയാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തറയിൽ ഇരിക്കുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ലേഖിയോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് സാൻഡി ടേപ്പ് റെക്കോർഡർ സജ്ജീകരിക്കുന്നു. വിശദമായ ഒരു കൂടിക്കാഴ്ച തന്നെ അവിടെ നടക്കുന്നു. അങ്ങനെ റിക്ഷ തൊഴിലാളിയുടെ പേര് ലേഖിക അന്വേഷിക്കുന്നു. അയാളുടെ പേര് രാജാറാമാണെന്നും ഉത്തർപ്രദേശിലെ ഉന്നാവിലാണ് അയാളുടെ കുടുംബമെന്നും അയാൾ പറയുന്നു. ചാന്ദിനി ചൗക്കിൽ 8 വർഷത്തോളം സൈക്കിൾ റിക്ഷ ഓടിച്ചു ദയാലുവായ ഒരു ധനികൻ സമ്മാനിച്ചതായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള ആ ഓട്ടോറിക്ഷ.
ആ ദയാലുവായ ധനികനെ അയാൾ എല്ലാ ദിവസവും അയാളുടെ വീട്ടിൽ കൊണ്ടുചെന്ന് വിടുമായിരുന്നു. അതായത് അയാൾക്ക് വേണ്ട ഓട്ടങ്ങളെല്ലാം ഓടുന്നത് ഈ ഓട്ടോക്കാരനായിരുന്നു. അങ്ങനെ ആ ധനികനായ ദയാലുവായ ആ മനുഷ്യൻ തന്നെയാണ് ഇയാൾക്ക് ഈ ഓട്ടോറിക്ഷ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പ് സ്വന്തം ഗ്രാമത്തിൽ ചുമട്ടു തൊഴിലാളിയായിരുന്നു. വീട് വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി. പിന്നെ ഒരു വീടുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. പട്ടിണി കാരണം അവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോരുകയായിരുന്നു. കൃത്യമായ പ്രായം അയാൾക്ക് പറയാൻ ഓർമ്മയില്ല. എങ്കിലും അയാൾ 1962 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് എന്ന കാര്യം അയാൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. 8ാമത്തെ വയസ്സിലാണ് അയാൾ സ്കൂളിൽ പോവാൻ തുടങ്ങിയതെന്നും അയാൾ ഓർക്കുന്നുണ്ട്. ലേഖിക അയാളോട് നിങ്ങൾക്ക് എത്ര വയസ്സായിട്ടുണ്ടായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി ഏകദേശം 50 വയസ്സായിട്ടുണ്ടാകും എന്നാണ് അയാൾ പറഞ്ഞ മറുപടി. പക്ഷേ ലേഖിക കണക്ക് കൂട്ടി നോക്കിയപ്പോൾ അയാൾക്ക് 40 വയസ്സിൽ കൂടുവാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് ലേഖിക മനസ്സിലാക്കുന്നു. അയാളോട് ചോദിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ നല്ല ദിവസം ഏതാണ്? അങ്ങനെ നല്ല ദിവസം എന്ന് പറയാൻ ഒരു ദിവസമില്ല. നല്ല ദിവസം എന്ന് കേട്ടപ്പോൾ തന്നെ അയാൾക്ക് വായിൽ വെള്ളം ഊർന്നു. കാരണം അയാളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. 2 നേരത്തെ ഭക്ഷണത്തിനുള്ളത് സമ്പാദിക്കണം, അത്രമാത്രം. അങ്ങനെ ഈ ഓട്ടോ തൊഴിലാളിയുമായിട്ട് സംസാരിച്ചപ്പോൾ ലേഖികയ്ക്കൊരു കാര്യം ബോധ്യമായി. അവർ ഒരേ പട്ടണത്തിൽ 2 അവസ്ഥകളിൽ ജീവിക്കുന്നവരാണെന്ന്. ഒന്ന് ആഹാരവും വിശപ്പും എന്ന അവസ്ഥ, മറ്റൊന്ന് വീടുള്ളവനും വീടില്ലാത്തവനും എന്ന അവസ്ഥ. ഇവിടെ ലേഖിക പറയാൻ ആഗ്രഹിക്കുന്നത് സമൂഹത്തിൽ സാമ്പത്തിക അന്തരം വളരെ വലുതാണെന്നും ആദ്യം ഈ സാമ്പത്തിക അന്തരം ഇല്ലാതെയാക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് സുന്ദരവും സമത്വപൂർണവുമായ ഒരു സമൂഹത്തെ സങ്കല്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ ലേഖിക പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സമ്മറി കഴിഞ്ഞു. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ തീർച്ചയായിട്ടും കമൻ്റ് ഇടാൻ മറക്കരുത്. ഓക്കെ.